നെക്സ്റ്റ് സീനിൽ ലീജൻ ചെൻസിയെ കാണാൻ വരുന്നു. യാവുവിനെ പോലെ നിനക്ക് ഞങ്ങളുടെ ലോ ഫേമിൽ ജോയിൻ ചെയ്തൂടെ, നീ ഒരു ലോയർ അല്ലേന്ന് പറയുന്നു. പക്ഷെ ചെൻസി ആകട്ടെ വീണ്ടും സമ്മതിക്കുന്നില്ല. സത്യത്തിൽ ചെൻസിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. താൻ ഇപ്പോൾ ഈ ലൈഫിൽ ഹാപ്പിയാണെന്നും അതുകൊണ്ട് ഇപ്പോൾ ചേഞ്ച് ആഗ്രഹിക്കുന്നില്ലെന്നും അവൾ പറയുന്നു. ഈ സീനിൽ യാവു ഓഫീസിലെ വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും വീടെല്ലാം അലങ്കോലമായി കിടക്കായിരുന്നു. ഇതിന് ക്യുവാൻ വീണ്ടും ബ്ലെയിം ചെയ്യുന്നത് അവളുടെ ഡോഗിനെയാണ്. പക്ഷെ ഇത്തവണ യാവിന് മനസ്സിലാകുന്നു അവൾ ആ ഡോഗിനെ വഴക്കു പറയുന്ന പോലെ ആക്ട് ചെയ്യുന്നു. പക്ഷെ സത്യത്തിൽ അവൾ പറയുന്നത് ക്യുവാനെയാണ്. അവൾ ആ ഡോഗിനോട് നീ എന്നു മുതലാണ് ഇത്രയും നോട്ടിയായത്, പക്ഷെ എനിക്ക് തോന്നുന്നത് നിന്നെ ആരോ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നു. ഇത് ക്യുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ യാവിന് സംശയം തോന്നാൻ കാരണം തറയിലെ അഴുക്കളുടെ കൂടെയെല്ലാം പഴുത്തൊലി ഉണ്ടായിരുന്നു. ഒരിക്കലും ഡോഗ് ഇങ്ങനെ ചെയ്യില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ക്യുവാൻ റൂമിൽ വന്ന് വീണ്ടും സെർച്ച് ചെയ്യുന്നു ഡിപ്രഷനുള്ള ആളുകളുടെ മനസ്സ് ശാന്തമാക്കാൻ എന്ത് ചെയ്യണമെന്ന്. എക്സസൈസ് ആളുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ക്യുവാൻ യാവിൻ്റെ അടുത്ത് വന്ന് നീ കുക്ക് ചെയ്ത് നിർത്തിയിട്ട് എൻ്റെ കൂടെ എക്സസൈസ് ചെയ്യാൻ വരാൻ പറയുന്നു. അവനൊരു ബോസിനെ പോലെയാണ് യാവിനോട് ഓർഡർ ചെയ്യുന്നത്. യാവുനാകട്ടെ തൻ്റെ ബോസിൻ്റെ വാക്കിന് എഗൻസ്റ്റ് പോകാനും പറ്റില്ല. മറ്റു വഴിയൊന്നുമില്ലാതെ അവൻ്റെ കൂടെ വരുന്നു. പക്ഷേ അവൾക്ക് അത്രയും ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല. കുറെ ഓടുമ്പോഴേക്കും ഞാൻ ടയേർഡായി ബോസ്, എനിക്കിനി ഒരു സ്റ്റെപ്പ് പോലും ഓടാൻ പറ്റില്ലെന്ന് പറയുന്നു. നീ എന്താ ഇങ്ങനെ? ജുഡീഷ്യറി എക്സാം പോലും നീ വളരെ കഷ്ടപ്പെട്ടാണ് പാസ്സായത്. നിന്റെ IQ ലെവലിൽ ലോയാണ്, ഫിസിക്കൽ സ്ട്രെങ്ത്തും ഇല്ല. നീ ഏതു കാര്യത്തിലാണ് ബെറ്റർ? നീ എങ്ങനെ ലോയറായെന്ന് അവൻ ചോദിക്കുന്നു. എക്സസൈസിന് ശേഷം നീ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അവൻ ചോദിക്കുമ്പോൾ ഇല്ല, എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഫ്രഷ് ആയിരുന്നു എന്ന് അവൾ പറയുന്നു. ഞാൻ ഡിപ്രഷനിലാണെന്ന് ബോസിന് ഫീൽ ചെയ്യാൻ കാരണം എന്താണെന്ന് അവൾ ചോദിക്കുന്നു. നിന്റെ റൂമിൽ നിന്ന് നീ കരയുന്ന സൗണ്ട് ഞാൻ 2 ദിവസം മുന്നേ കേട്ടിരുന്നു എന്ന് അവൻ പറയുമ്പോൾ ബോസ് വിചാരിക്കുന്ന പോലെ ഒരു കാര്യമില്ല. ഞാൻ ഇന്ന് റൂമിലിരുന്ന് ഒരു ഇമോഷണൽ ഡ്രാമ കാണാമായിരുന്നു. ആ ഡ്രാമ ഒരുപാട് ഇമോഷണലായിരുന്നു. ഞാൻ അത് കണ്ട് കരയായിരുന്നു. അല്ലാതെ ബോസ് വിചാരിക്കുന്ന പോലെ ഒരു കാര്യമില്ല. എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് അവൾ പറയുന്നു. താങ്കൾ ഇത്രയും കൈൻഡ് ഹാർട്ട് ആയിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് താങ്കൾ ഒരുപാട് റൂഡ് പേഴ്സൺ ആണെന്നാണ്. പക്ഷേ താങ്കൾ എന്നെക്കുറിച്ച് ഇത്രയും വറി ചെയ്യുന്നെന്ന് അറിഞ്ഞതിൽ ഞാൻ ഹാപ്പിയാണെന്ന് അവൾ പറയുന്നു. യാവി പറയുന്ന കേട്ട് നീ എന്നെക്കുറിച്ച് ഇങ്ങനെ വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. നീ എൻ്റെ ഒരു എംപ്ലോയി ആണ്. സോ നിന്നെ കെയർ ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് അവൻ പറയുന്നു. അപ്പോൾ അവിടെ ഒരു വാട്ടർ ഷോ നടക്കുന്നു. യാവ് ഇത് കണ്ട് ഹാപ്പി ആകുന്നുണ്ട്. ക്യുവാനാകട്ടെ യാവുവിനെ നോക്കി നിൽക്കുന്നു. അവളുടെ കണ്ണുകൾ അവൻ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബോസ് എന്താ നോക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവൻ അവളെ ടോണ്ട് ചെയ്തുകൊണ്ട് നിന്റെ കണ്ണുകൾ നിന്റെ ഡോഗിനെ പോലെയാണെന്ന് പറയുന്നു. താങ്കൾ എന്നെ ഇൻഡയറക്റ്റ്ലി ഡോഗെന്ന് വിളിച്ചാണോ? എനിക്ക് താങ്കളോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് അവൾ അടന്നു പോകുന്നു. നെക്സ്റ്റ് സീനിൽ ചേങ്സി ഡോങ്മിന്റെ മദറിനെ കാണാൻ വരുന്നു. അവർ രണ്ടുപേരും ഡിവോഴ്സായ കാര്യം മദറിന് അറിയില്ലായിരുന്നു. അവർ രണ്ടുപേരും മദറിന്റെ മുന്നിൽ നല്ലൊരു കപ്പിളിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നു. എന്തു പ്രശ്നമാണെങ്കിലും നിനക്ക് എന്നോട് ഷെയർ ചെയ്യാമെന്ന് മദർ ചേൻസിയോട് പറയുന്നു. മദർ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഹാപ്പിയാണ്. മദർ ഇപ്പോൾ ഞങ്ങളെക്കുറിച്ചല്ല കെയർ ചെയ്യേണ്ടത്, മദറിന്റെ ഹെൽത്തിനെ കുറിച്ച് കെയർ ചെയ്യാൻ അവൾ പറയുന്നു. അവൾ വെളിയിലേക്ക് വരുമ്പോൾ ഡോഗ്മിൻ അവളുടെ പിറകെ വരുന്നുണ്ട്. ഞാൻ എന്നോട് സോറി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾക്കിടയിൽ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളിലെല്ലാം എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട്. അവൻ വീണ്ടും അവളെ പെർസ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ഡോഗ്മിന്റെ ഈ പ്ലാനിൽ വീഴാൻ ചേൻസി തയ്യാറല്ലായിരുന്നു. അവൻ്റെ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ അവൾക്ക് ഒരാഗ്രഹവും. ഞാൻ ഇന്നിവിടെ വന്നത് നിനക്ക് വേണ്ടിയല്ല, നിന്റെ മദറിന് വേണ്ടിയാണ്. കാരണം ആ സ്ത്രീ നല്ലൊരു പേഴ്സൺ ആണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിനക്ക് ആക്ടിങ് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് നിന്റെ ഈ വാക്കുകളിൽ ഞാൻ വീണ്ടും ഒരിക്കലും വീഴില്ലെന്ന് പറഞ്ഞ് അവളോടൊന്ന് പോകുന്നു. ലീജൻ ചെൻസിയെ കോൾ ചെയ്യുന്നു. നീ നാളെ ഫ്രീ ആണോ ചോദിക്കുമ്പോൾ അവളുടെ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞ് ഞാൻ ഈ ഹോട്ടലിൽ എൻ്റെ ക്ലയൻറ്റിനെ കാണാൻ പോകുകയാണെന്ന് പറയുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ അവിടേക്ക് വരാമെന്നും അവൾ പറയുന്നു. ഇത് കേട്ട് അവൻ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ അവൻ ആ ഹോട്ടലിലേക്ക് വരുന്നു. എന്നിട്ട് ചെൻസിയെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, നീ എവിടെയാണ്? ഞാൻ ഓൾറെഡി ഹോട്ടലിൽ എത്തിയെന്ന് പറയുന്നു. അവൾ അവനോട് ഒരു ലൊക്കേഷൻ പറയുന്നുണ്ട്. അവൻ ആ പ്ലേസിലേക്ക് വരുമ്പോൾ അത് കിച്ചൺ ആയിരുന്നു. ചെൻസി അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന കണ്ട് ലീജൻ ഒരുപാട് ഷോക്ക് ആകുന്നുണ്ട്. നീ ഇവിടെ എന്ത് ചെയ്യാണ്? നിന്റെ അവസ്ഥ ഇത്ര ദയനീയമാണോ?
നീ ഒരു ലോയർ അല്ലേ, പിന്നെന്താ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുന്നു. ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിനെ കാണാൻ വന്നെയാണ്. ഈ ആൻറ്റിയുടെ വീട്ടിൽ ഒരുപാട് ഫാമിലി പ്രശ്നങ്ങളുണ്ട്. ആൻറ്റിയുടെ മകൻ ആൻറ്റിയെ നോക്കാറില്ല, കൂടെ ടോർച്ചറും ചെയ്യും. സോ ഞാൻ ആ കാര്യം ഡിസ്കസ് ചെയ്യാൻ വന്നെയാണെന്ന് അവൾ പറയുന്നു. നീ കുറച്ചു നേരം വെളിയിൽ വെയിറ്റ് ചെയ്യൂ, ഞാൻ ആൻറ്റിയോട് സംസാരിച്ച ശേഷം വരാമെന്ന് അവൾ പറയുന്നു. അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവന് അവരുടെ കൂടെ അവിടെ ഇരിക്കുന്നു. എന്നിട്ട് പൊട്ടറ്റോ പീൽ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനാകട്ടെ ഇതൊന്നും ചെയ്യാൻ അറിയില്ല. അവനീ ചെയ്യുന്ന കണ്ട് ആൻറ്റി അവനോട്, നീ എന്തായി ചെയ്യുന്നത്, ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്, നിനക്ക് കിച്ചണിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയില്ലെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ആൻറ്റി വീണ്ടും അവനോട്, നാളെ നിന്റെ മാരേജ് കഴിയുകയാണെങ്കിൽ നിന്റെ വൈഫിനെ ഹെൽപ്പ് ചെയ്യാൻ പോലും നിനക്കറിയില്ലല്ലോ എന്ന് പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ലീജിന് ദേഷ്യം വരുന്നുണ്ട്. കാരണം ചെൻസിയുടെ മുന്നിൽ വെച്ചിട്ടാണല്ലോ അവനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സീനിൽ ഇവർ രണ്ടുപേരും ഹോട്ടലിന് വെളിയിലേക്ക് വരുന്നു. അപ്പോൾ ഡോങ്ങിൻ്റെ അസിസ്റ്റന്റ് ഇവരുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഫോട്ടോ ഡോങ്ങിനെ കൊണ്ട് കാണിക്കുന്നു. ഇവരെ കണ്ടിട്ട് ഇവർക്കിടയിൽ എന്തോ റിലേഷൻ ഉള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് ആ അസിസ്റ്റന്റ് പറയുന്നുണ്ട്. ഡോങ്ങിനും ഈ ഫോട്ടോസ് എല്ലാം കണ്ട് നല്ല ജലസാകുന്നു. ചെൻസി വീണ്ടും തൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഡോമിൻ ആഗ്രഹിക്കുന്നത്. ലീജിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂന്ന് അവൻ സ്വയം പറയുന്നു. നെക്സ്റ്റ് സീനിൽ ലീജിൻ ക്യുവാൻ്റെ ഓഫീസിലേക്ക് വന്ന്, നമ്മുടെ ഓഫീസിൽ ലീഗൽ എയ്ഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു വേക്കൻസി ഇല്ലേ, ആ പൊസിഷനിലേക്ക് ചെൻസി വരണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നു. നിന്റെ സംസാരം കേട്ടിട്ട് നീ ചെൻസിയെ ഈ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നിന്റെ പേഴ്സണൽ പ്രോഫിറ്റിന് വേണ്ടിയാണെന്ന് തോന്നുന്നു ക്യുവാനും പറയുന്നു. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ചെൻസി ഈ ഫീൽഡിൽ എക്സ്പേർട്ടാണ്, അവൾ നല്ലൊരു ലോയറാണ്, അതുകൊണ്ടാണ് പറഞ്ഞെന്ന് അവനും പറയുന്നു. ശരി, ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് ക്യുവാൻ പറയുന്നുണ്ട്. ലീജൻ പോയ ശേഷം അവനൊരു കോൾ വരുന്നു. അവനെ പേഴ്സണെ കാണാൻ വരുന്നു. ഇത് മറ്റാരുമല്ല, അന്ന് അവരുടെ വീട്ടിൽ വന്നിരുന്ന ഡോങ് ആയിരുന്നു. നിനക്കെന്നെ കാണണമെന്ന് പറഞ്ഞ എന്തിനാ, കാര്യം എന്താണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, നിന്നെ കാണണമെന്ന് തോന്നി, സോ അതാ വിളിപ്പിച്ചെന്ന് അവൾ പറയുന്നു. ഞാനൊരു ബിസി പേഴ്സണാണ്, കാര്യമൊന്നും ഇല്ലെങ്കിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ പോകാൻ തുടങ്ങുന്നുണ്ട്. അവൾ പെട്ടെന്ന് എണീറ്റ്, എൻ്റെ മദറിൻ്റെയും ഫാദറിൻ്റെയും ഡിവോഴ്സിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കേണ്ടത്, എനിക്കതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ടെന്ന് അവൾ പറയുന്നു. നീ ആ ഫയൽ എനിക്ക് സെൻഡ് ചെയ്യൂ, ഞാൻ സ്റ്റഡി ചെയ്തിട്ട് നിന്നോട് സംസാരിക്കാമെന്ന് അവൻ പറയുന്നു. അവൻ പോകാൻ തുടങ്ങുമ്പോൾ, ഞാൻ നിന്നെ ലൈക്ക് ചെയ്യുന്നു, നിനക്ക് എന്നോട് എന്ത് ഫീലിങ്സാണ് ഉള്ളതെന്ന് പറയാൻ അവൾ പറയുന്നുണ്ട്. നിന്നോട് എനിക്ക് ഒരു ഫീലിങ്സും ഇല്ല, നീ ഇപ്പോൾ ഒരുപാട് യങ്ങാണ്, നിന്റെ ടൈം ഇതുപോലെ വേസ്റ്റ് ആക്കാതെ നിന്റെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യൂ, നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ക്യുവാൻ യാവിനെ ഓഫീസിലേക്ക് വിളിച്ച്, ഇത് ഒരു ഡിവോഴ്സിൻ്റെ ഫയലാണ്, എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട്, വായിച്ച ശേഷം നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഈ കേസിൽ എന്നെ അസിസ്റ്റ് ചെയ്യാൻ പോകുന്ന നീയാണെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അവൾ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ ഈ ഡിവോഴ്സ് കേസ് ഡോങ്ങിൻ്റെ ഫാദറിൻ്റെ ആണ്. ഞാൻ ഇന്ന് വൈകുന്നേരം ഡോങ്ങിൻ്റെ ഫാദറുമായി നിനക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, നീ അദ്ദേഹത്തോട് പോയി സംസാരിക്കാൻ അവൻ പറയുന്നു. അവൾ ഓക്കെ എന്ന് പറയുന്നു. നെക്സ്റ്റ് സീനിൽ യാവ് കറക്റ്റ് സമയത്ത് ഡോങ്ങിൻ്റെ ഫാദറിനെ കാണാൻ വരുന്നു. താങ്കളുടെ വൈഫിനെ താങ്കൾ ഡിവോഴ്സ് ചെയ്യാൻ കാരണം എന്താണെന്ന് യാവ് ചോദിക്കുമ്പോൾ അദ്ദേഹം ആദ്യമൊക്കെ ഓരോരോ റീസൺസ് പറയുന്നുണ്ട്. എനിക്കെൻ്റെ വൈഫിനെ ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നതെന്ന് അദ്ദേഹം ആദ്യം പറയുന്നു. താങ്കൾ ഈ പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം, താങ്കൾ എന്നോട് സത്യം പറയാൻ അവൾ പറയുന്നു. എനിക്ക് ബ്ലഡ് ക്യാൻസർ ആണ്, എനിക്കിനി ഒരുപാട് നാളൊന്നും ആയുസില്ല, എൻ്റെ മരണശേഷം ഒരു വിധവയായി എൻ്റെ വൈഫ് ജീവിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പറ്റില്ല, അവൾ മറ്റാരെങ്കിലും കണ്ടെത്തി മാരി ചെയ്യണം, അതിനു വേണ്ടിയാണ് ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. നെക്സ്റ്റ് സീനിൽ യാവ് ഓഫീസിൽ വന്ന് മിസ്റ്റർ ഷോൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടിട്ട് അദ്ദേഹം എന്നോട് എന്തോ ഹൈഡ് ചെയ്യുന്ന പോലെ തോന്നുന്നു അവൾ മനസ്സിൽ വിചാരിക്കുന്നു. അവൾ ആ ഫയൽ നോക്കുമ്പോൾ മിസ്റ്റർ ഷോൺ തൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രൈവറ്റ് വില്ലയെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ വില്ല എന്ന് പറയുന്നത് ഒരു സീക്രട്ട് പ്ലേസ് ആണ്, സിറ്റിയിൽ നിന്ന് ഒരുപാട് ദൂരെ. മിസ്റ്റർ ഷോൺ എന്തിനായിരിക്കും ഈ വില്ല വാങ്ങിയിരിക്കുന്നതെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി അവൾ ആ പ്ലേസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മിസ്റ്റർ ഷോൺ ഒരു വണ്ടി നിറങ്ങുന്ന അവൾ കാണുന്നു. മിസ്റ്റർ ഷോണിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മിസ്ട്രസ് ഉണ്ടായിരുന്നു. അവർ പ്രഗ്നൻ്റ് ആയിരുന്നു.
യാവ് മിസ്റ്റർ ഷോന്റെ അടുത്ത് വന്ന്, താങ്കൾ ഇനിയെങ്കിലും എന്നോട് സത്യം പറ, താങ്കൾ എന്തിനാണ് ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുന്നു. എൻ്റെ ബിസിനസ് എല്ലാം നോക്കി നടത്താൻ ഒരു ആൺകുട്ടി വേണമെന്നായിരുന്നു എന്നും എൻ്റെ ആഗ്രഹം. എനിക്കിപ്പോൾ ഒരു ആൺകുട്ടി ഉണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വൈഫിനെ ഡിവോഴ്സ് ചെയ്ത് എൻ്റെ പുതിയ വൈഫിൻ്റെ കൂടെ സുഖമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അവർ പറയുന്നു. യാവ് ക്യുവാൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. ഡോങ്ങിൻ്റെ ഫാദർ ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ ആയതുകൊണ്ടല്ല, പകരം അദ്ദേഹത്തിന് മറ്റൊരു വൈഫുണ്ട്, അവർക്കൊരു ആൺകുട്ടി ഉണ്ടാകാൻ പോവുകയാണെന്ന് അവൾ പറയുന്നു.